എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 151-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ത്വം തം ബ്രാഹ്മണസ്പദേ സോമ ഇന്ദ്രശ്ച ദക്ഷിണലപാത്വം ഹസ. ഹേ ബ്രാഹ്മണസ്പദേ, ത്വം തം മർത്യം അംഹസ തഥാ സോമ പാതു ഇന്ദ്ര ദക്ഷിണാച പാതു. പാതു എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ എന്നർത്ഥം. പാപത്തിൽ നിന്ന് മോചനം നൽകട്ടെ. അംഹസ, പാപത്തിൽ നിന്നുള്ള മോശമായ ജീവിത ഫലത്തെ ഇല്ലാതാക്കിയാലും പാപത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ മോചിപ്പിച്ചാലും എന്നർത്ഥം. സോമ ഇന്ദ്ര ദക്ഷിണാച പാതു. സോമദേവനും ഇന്ദ്രദേവനും ദക്ഷിണാദേവിയും ചേർന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇതാണ് മന്ത്രത്തിന്റെ അർത്ഥം. അല്ലയോ ബ്രഹ്മണസ്പതയെ, അവിടുന്ന് യാഗഹോമ അഗ്നി ആധാന കർമാനുഷ്ഠാതാക്കളായ മനുഷ്യരെ, യാഗഹോമ അഗ്നി പൂജാ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഉപാസകന്മാരെ പാപങ്ങളിൽ നിന്ന് രക്ഷയെ നൽകി മോചിപ്പിച്ചാലും. ഞങ്ങൾ ജീവിതകാലം മുഴുവനും ദൈവികമായ കർമാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഞങ്ങളുടെ പൂർവജന്മകൃതമായിട്ടുള്ള എല്ലാ പാപങ്ങളും അങ്ങ് ഇല്ലാതാക്കിത്തരണേ. ഭാവഹാവാദികളും മനോമാലിന്യങ്ങളും പൂർവസംസ്കാരങ്ങളും ലൗകിക ജീവിതത്തിലെ ദുരിതങ്ങളും ഹേതുവായി വന്നിട്ടുള്ള പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ജ്ഞാനപ്രകാശത്താൽ രക്ഷിക്കുക. ജ്ഞാനമാണ് മോക്ഷകാരണം. ജ്ഞാനോദേവതു കൈവല്യം. ജ്ഞാനമാണ് മോക്ഷത്തിന് ആധാരം. എന്താണ് ഇതിന്റെ കാരണം? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജന്മനാ ഉള്ളതായിട്ട് പൂർവജന്മകൃതമായി ലഭിച്ചിട്ടുള്ളതായ മനോമാലിന്യങ്ങളുണ്ട്, മനസ്സിലെ ദുഷ്ടവിചാരങ്ങളുണ്ട്. പിന്നെയോ പൂർവസംസ്കാരം, ഞങ്ങളെ പൂർവികന്മാർ ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലം. പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള, ലൗകിക ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ദുഷിച്ച കർമാനുഷ്ഠാനങ്ങളുടെ അനന്തരഫലമായിട്ടുള്ള പാപങ്ങൾ അതുമുണ്ട്. ഇതെല്ലാം അല്ലയോ ദേവന്മാരെ, സോമദേവ, ഇന്ദ്രദേവ, ദക്ഷിണാദേവി, നിങ്ങൾ 3 പേരും ചേർന്ന് ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും മോചിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണേ. ഞങ്ങളുടെ ജീവിതത്തെ മോക്ഷത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കി തരണേ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. നല്ലൊരു മന്ത്രമാണിത്. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.